Yes, good morning. സോളജിക്കകത്തുള്ള ലാസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നത്തോടുകൂടി ക്ലാസ് കംപ്ലീറ്റ് ആകും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്ത ഭാഗം ഹോർമോൺസ്, വാട്ട് ആർ കോൾഡ് ഹോർമോൺസ്. ഹോർമോൺസിനൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ദ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് amount and they act as intercellular messengers. നമ്മൾ ബോഡിക്കകത്തുള്ള മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഹെഡ് റീജിയനിൽ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡ് ഓർ പൈനിയൽ ഗ്ലാൻഡ്, നമ്മൾ മൂന്നും അതിൻ്റെ ഹോർമോൺസ് പഠിച്ചു കഴിഞ്ഞു. നെക്ക് റീജിയനിൽ തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്, തൊറാസിക് റീജിയനിൽ തൈമസ് ഗ്ലാൻഡ്, നമുക്കിന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ അതൊക്കെയാണ്. തൈമസ് ഗ്ലാൻഡ്. നമ്മുടെ അബ്ഡോമൽ റീജിയനകത്ത് പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഗോണാഡ്സ്, മെയിൽ ആണെങ്കിൽ ടെസ്റ്റിസ്, ഫീമെയിൽ ആണെങ്കിൽ ഓവർ. അതിൽ ഹൈപ്പോതലാമസ്, ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺസ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്കെ. ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതിൽ അതിൻ്റെ അഡിനോ ഹൈപ്പോഫൈസിസ് ഉണ്ടാക്കുന്ന ഹോർമോൺസാണ് ഗ്രോത്ത് ഹോർമോൺ, TSH, ACTH, പിന്നെ FSH, LH, പ്രൊലാക്റ്റിൻ. ഇൻ്റർമീഡിയറ്റ്, പാസ് ഇൻ്റർമീഡിയറ്റ്, അതുണ്ടാക്കുന്ന ഹോർമോൺ MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഹൈപ്പോതലാമസിൻ്റെ ഓക്സിഡോസിൻ, വാസോപ്രസിൻ സ്റ്റോർ ചെയ്ത് വേണ്ട സമയത്ത് റിലീസ് ചെയ്യും. പൈനൽ ഗ്ലാൻഡ് പ്രസന്റ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ദ ഹൈപ്പോതലാമസ്, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹൈപ്പോതലാമസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ എന്ന് പറയും. ഇറ്റ് റെഗുലേറ്റ്സ് ദ ഡെയിലി റിതം ഓഫ് അവർ ബോഡി. തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞ ബൈലോബ്ഡ് ഗ്ലാൻഡാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ട്രക്കിയാണ്. ട്രക്കിയുടെ ഇരുഭാഗത്തിന് ലോബ് ഉണ്ടാവും. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്സിന് രണ്ട് ലോബിനെയും കണക്ട് ചെയ്യുന്ന ഒരു മസ്കുലർ ബാൻഡാണ് ഇസ്തമസ് എന്ന് പറയും. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് T3, T4, TCT എന്നാണ് പറയും. TCT നമുക്കിന്ന് ആ ഭാഗം തൊട്ടാണ് എടുക്കാനുള്ളത്. TCT, തൈറോ കാൽസിട്ടോണിൻ. അതിൽ തൈറോക്സിൻ്റെ യഥാർത്ഥ പേര് ടെട്രാ അയോഡോ തൈറോണിൻ, ടെട്രാ അയോഡോ തൈറോണിൻ, ട്രൈ അയോഡോ തൈറോണിൻ, ദാറ്റ് ഇസ് T3. അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ. ഇത് നമുക്ക് നോക്കാനുള്ളത് തൈറോ കാൽസിട്ടോണിൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ഒന്ന് ഓർത്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അത്രയും ഭാഗം ക്ലിയർ ആയിരിക്കും അല്ലേ? നോട്ട് നിങ്ങൾ തയ്യാറാക്കണം. 10th പഠിച്ച ചാപ്റ്ററാണ്. അതിനൊന്ന് നമ്മൾ പറയുന്ന രീതിയിലേക്കൊന്ന് മാറ്റിക്കൊണ്ടുവന്നാൽ മതി. ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഗ്ലാൻഡും ഹോർമോണും അതിൻ്റെ ഫങ്ഷനും നിങ്ങൾ ടേബിൾ രീതിയിൽ എഴുതാൻ പറ്റണം. നമ്മൾ ഇതിനകത്ത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോൺ കാൽസിട്ടോണിൻ, നിങ്ങൾ 10th ചിലപ്പം കാൽസിട്ടോണിൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ യഥാർത്ഥ പേര് തൈറോ കാൽസിട്ടോണിൻ എന്ന് പറയും. ഓക്കെ. ഈ തൈറോ കാൽസിട്ടോണിൻ പേര് തന്നെയുണ്ട്, കാൽസ്യം ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. നമ്മൾ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ലെവല് അത് ഒരു പരിധിയേക്കാളും കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കാൽസ്യം കൂടിക്കഴിഞ്ഞാൽ കാൽസ്യം സ്റ്റോൺസ്, കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഫോം ചെയ്യും. കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കിഡ്നി സ്റ്റോൺ. കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ മസിൽ കൺട്രാക്ഷനെയും ബ്ലഡ് ക്ലോട്ടിങ് അങ്ങനെ പലതിനെയും ബാധിക്കും. അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് കൂടണം, കൂടുമ്പോൾ അത് കുറയണം, അത് ബാലൻസ് കുറയണം. അതിൽ ഈ കൂടുമ്പോൾ കുറയ്ക്കുന്ന ആൾ തൈറോ കാൽസിട്ടോണിന്. ഇനി കുറയുമ്പോൾ കൂട്ടുന്ന ആളോ നമ്മൾ അടുത്ത ഗ്ലാൻഡ് ഉണ്ട്, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മുകളിൽ കാണുന്ന 2 പേഴ്സ് കാണുന്ന ഓരോ ലോബിന് മുകളിലും ഒരു ജോഡി ഉണ്ടാകും. അതിന് വെൻട്രൽ സൈഡിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് കാണുന്ന ഗ്ലാൻഡ്സ് ആണ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. ദീസ് ആർ 2 പേഴ്സ് ഓഫ് ഗ്ലാൻഡ്സ് പ്രസന്റ് ഓൺ ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിന് മുകളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും ആ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ്സും പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ്സും എവിടെയാണ്? നെക്ക് റീജിയനിലാണ്. ഈ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് പാരാ തൈറോയിഡ് ഹോർമോൺ, PTH എന്നാ പറയുക. ഈ രണ്ട് ഹോർമോൺസും TCTയും PTHും, ഈ രണ്ട് ഹോർമോൺസുമാണ് കാൽസ്യം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ തൈറോ കാൽസിട്ടോണിൻ്റെ പണി ഡിക്രീസസ് ദ ബ്ലഡ് കാൽസ്യം ലെവൽ, ബ്ലഡിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ബൈ ഡെപ്പോസിറ്റിംഗ് കാൽസ്യം ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. മാറിപ്പോരുത്, ഇയാൾ കാൽസ്യം കുറയ്ക്കുന്ന ആളാണ്. ഇയാളെ വിളിക്കുന്ന നമ്മൾ ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ എന്നാ പറയുക. ഹൈപ്പോ കുറയ്ക്കുക, ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ. ഇയാൾ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോണാണ്. അപ്പോൾ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ, കാൽസ്യം ബ്ലഡിൽ കൂട്ടാൻ സഹായിക്കുന്ന ആൾ പാരാ തൈറോയിഡ് ഹോർമോൺ, പാരാത്തോർമോൺ എന്ന് പറയും. പാരാ തൈറോയിഡ് ഹോർമോൺ,
ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ, കാൽസ്യത്തിന്റെ ബ്ലഡിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ആള് തൈറോ കാൽസിട്ടോണിൻ. ഇതുപോലെ ഇൻസുലിൻ, ഗ്ലൂക്കോൺ പോലെ. ഗ്ലൂക്കോൺ എന്ത് ചെയ്യും? ഇൻസുലിൻ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും, ഗ്ലൂക്കോൺ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും. അതേപോലെ കാൽസ്യത്തിന് അളവ് കുറയ്ക്കുന്ന ആള് തൈറോ കാൽസിട്ടോണിൻ. ഡിക്രീസസ് ദ ബ്ലഡ് കാൽസ്യം. എങ്ങനെ? ബൈ ഡെപ്പോസിറ്റിംഗ് എക്സസ് കാൽസ്യം ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ബ്ലഡിൽ കാൽസ്യം കൂടും. ആ അധികമുള്ള കാൽസ്യത്തിനെ ബോൺസിലും ടീത്തിലും എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. കാൽസ്യത്തിന്റെ സ്റ്റോറേജ് റൂമാണ് ബോൺ ആൻഡ് ടീത്ത്. അപ്പോൾ ഇയാൾ 3 വഴിക്കാണ് കാൽസ്യത്തിന്റെ അളവ് ബ്ലഡിൽ കുറയ്ക്കുന്നത്. ബൈ ഡെപ്പോസിറ്റിംഗ് എക്സസ് കാൽസ്യം ഇൻ ബോൺസ് ആൻഡ് ടീത്ത്. ഈ കാൽസ്യത്തിന് എന്ത് ചെയ്യുക? ബോൺ, നമുക്ക് അതിന് പറഞ്ഞാൽ മതി. കാൽസ്യത്തിന് ബോൺസിലും ടീത്തിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇയാളത് വിളിക്കുന്നു ഹൈപ്പോ കാൽസ്യമിക് ഹോർമോൺ എന്ന് പറയുന്നു. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് കഴിഞ്ഞു. അതിനകത്ത് T3, T4 തൈറോ കാൽസിട്ടോണിൻ. ഇനി പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് നമ്മൾ പറഞ്ഞു തന്നെ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ്, ദീസ് ആർ 2 pairs ഓഫ് glands present on the thyroid gland. It produces parathyroid hormone. It increases the blood calcium level. എങ്ങനെയാണ് കാൽസ്യം ബ്ലഡിൽ കൂട്ടിക്കൊണ്ടുവരിക? ബൈ ടേക്കിംഗ് കാൽസ്യം ഫ്രം ബോൺസ് ആൻഡ് ടീത്ത്. ആ ഡെപ്പോസിറ്റ് ചെയ്ത കാൽസ്യം എന്ത് ചെയ്യും? വേണ്ട സമയത്ത് ബോൺസ് ആൻഡ് ടീത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്ലഡിലേക്ക് തിരിച്ചെടുക്കും. ബൈ ടേക്കിംഗ് കാൽസ്യം ഫ്രം ബോൺസ് ആൻഡ് ഇത്. ബ്ലഡിനകത്ത് കാൽസ്യം എപ്പോഴും ഒരു നോർമലേ പാടുള്ളൂ, അതിനേക്കാളും കൂടാൻ പാടില്ല. അപ്പം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്ത് വെക്കും. കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? കാൽസ്യം അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ ഈ ബോൺസും ടീത്തും എന്ത് ചെയ്യും? കാൽസ്യം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ബൈ ടേക്കിംഗ് കാൽസ്യം ഫ്രം ബോൺസ് ആൻഡ് ടീത്ത്. മറ്റൊന്ന് ബൈ ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന് നമ്മുടെ മൂത്രം വഴി പുറത്തേക്ക് പോകാൻ വേണ്ടി കാൽസ്യം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ബോഡിക്ക് ഡിമാൻഡ് ഉണ്ടോ? കാൽസ്യം മാക്സിമം എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് തിരിച്ചെടുക്കും. റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ദ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ബൈ ഇൻക്രീസിംഗ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഇൻഡസ്റ്റിനകത്ത് കഴിച്ച ഫുഡിനകത്തുള്ള കാൽസ്യം ഉണ്ടോ അതിനെ വേഗത്തിൽ ബ്ലഡിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ ഈ 3 വഴിക്ക് എന്ത് ചെയ്യും? ബ്ലഡിൽ കാൽസ്യം കൂട്ടുന്ന ആളാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ഏതൊക്കെ രീതിയിലാണ് കാൽസ്യം കൂട്ടിക്കൊണ്ടുവരുന്നത്? ടേക്കിംഗ് കാൽസ്യം ഫ്രം ബോൺസ് ആൻഡ് ടീത്ത്, ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഇൻഡസ്റ്റൈൻ. നമ്മൾ ചെറുകുടിൽ നിന്നും കാൽസ്യത്തിന്റെ ആഗിരണം വേഗത കൂട്ടുന്നു. ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓക്കെ. അപ്പോൾ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് ബാലൻസ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് തൈറോ കാൽസിട്ടോണിൻ. ഇറ്റ് ഡിക്രീസസ് ദ ബ്ലഡ് കാൽസ്യം. പാരാതൈറോയ്ഡ് ഹോർമോൺ increases the blood calcium. So it is called hypercalcemic hormone. Hypocalcemic hormone എന്ന പേര് അറിയപ്പെടുന്ന ആള് തൈറോ കാൽസിട്ടോണിൻ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തൊറാസിക് റീജിയൻ ആണ്, ചെസ്റ്റ് റീജിയൻ. ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ഗ്ലാൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡും ബൈലോബ്ഡ് ഗ്ലാൻഡ്. നമ്മൾ കണ്ടാൽ 2 ഗ്ലാൻഡ്സ് ആണെന്ന് തോന്നും, പക്ഷെ ഒരു മനുഷ്യന് ഒരു ഗ്ലാൻഡേ ഉണ്ടാവും. ഒരു തൈമസ് ഗ്ലാൻഡ്, ഒരു ബൈലോബ്ഡ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിൻ എന്നാണ് പറയുക. തൈമോസിൻ. ഇറ്റ് പ്രൊഡ്യൂസസ് തൈമോസിൻ. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി തൈമോസിന്റെ ഫംഗ്ഷൻ എന്താണ്? തൈമോസിന്റെ ഫംഗ്ഷൻ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ്. ടി ലിംഫോസൈറ്റ്സിന്റെ എണ്ണം കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ബോഡിക്കകത്ത് ലിംഫോസൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, ബി സെൽസും ടി സെൽസും. ബ്ലഡ് സെൽസ് എന്നുള്ള ഭാഗത്ത് പഠിച്ചായിരിക്കും. ലിംഫോസൈറ്റ്സിന് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് WBC. ലിംഫോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് ബോൺ മാരോ. ഇനി അത് മെച്ചുറേഷൻ നടക്കുന്ന സ്ഥലം വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ 2ആക്കി തിരിച്ചത്, ടി സെൽസും ബി സെൽസും. ഓക്കെ. ഇനി ആരാണ് ടി സെൽസ്? അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ബോൺ മാരോ ആയിരിക്കും, ബട്ട് ദേ ആർ മെച്ചുവർഡ് ഫ്രം തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിൽ നിന്ന് മെച്ചുറായി മാറുന്ന സെൽസ് ആണ് ടി സെൽസ്. അപ്പോൾ ആ ടി സെൽസിന്റെ എണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് തൈമോസിൻ. ടി സെൽസിന് വേഗത്തിൽ എന്ത് ചെയ്യും? മെച്ചുറായി മാറാൻ സഹായിക്കും. ബി സെൽസ് ആണെങ്കിൽ ദേ ആർ മെച്ചുവർഡ് ഫ്രം ബോൺ മാരോ, ടി സെൽസ് ആണെങ്കിൽ ദേ ആർ മെച്ചുവർഡ് ഫ്രം തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൽ ടി സെൽസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആളാണ് തൈമോസിൻ. ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്സ്. അങ്ങനെ ടി ലിംഫോസൈറ്റ്സിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സെൽസ് ആണ് ലിംഫോസൈറ്റ്സ്. അങ്ങനെ ടി സെൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനെ ബാധിച്ചിറങ്ങുന്ന ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് ഭാഗത്ത് നമ്മൾ അടുത്ത കൊല്ലം ഇമ്മ്യൂണിറ്റി നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, നമുക്ക് 2 തരം ഇമ്മ്യൂണിറ്റി ഉള്ളത്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും. രോഗത്തെ ചെറുക്കാൻ വേണ്ടി നമുക്ക് 2 സംവിധാനമുണ്ട്.
അതിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് നമുക്ക് അടുത്ത വർഷം പഠിക്കാം. ഈ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സെൽസ് ആണ് ടി സെൽസ്. ആ ടി സെൽസിന് എണ്ണം വർദ്ധിപ്പിക്കുന്ന ആളാണ് തൈമോസിൻ. അപ്പോൾ തൈമോസിൻ increases the production of T cells, thereby it is involved in cell mediated immunity. ഇനി തൈമസ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യം, തൈമസ് ഗ്ലാൻഡ് വെൽ ഡെവലപ്ഡ് ആൻഡ് ഫങ്ഷണൽ അപ് ടു പ്യൂബർട്ടി. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി. പ്രായപൂർത്തി എത്തുന്നവരെ ഈ ഗ്ലാൻഡ് വെൽ ഡെവലപ്ഡ് ആൻഡ് ഫങ്ഷണൽ, കറക്റ്റ് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, പ്രായം കൂടുന്തോറും ഈ ഗ്ലാൻഡ് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് നിന്ന് പോകുന്നല്ല, ഒരു 50, 60, 70 വയസ്സ് വരെയൊക്കെ എന്ത് ചെയ്യും ഇയാൾ അതിൻ്റെ ഗ്രാജുവൽ ഓരോ വർഷം കഴിയുന്തോറും അതിനെന്ത് ചെയ്യും, സമയം നീണ്ടു പോകുന്നതോറും അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ദിസ് ഗ്ലാൻഡ് ഈസ് വെൽ ഡെവലപ്ഡ്, തൈമസ് ഗ്ലാൻഡ് വെൽ ഡെവലപ്ഡ് ആൻഡ് ഫങ്ഷണൽ അപ് ടു പ്യൂബർട്ടി. ആഫ്റ്റർ പ്യൂബർട്ടി ഇറ്റ് ഗ്രാജുവലി ഡിസപ്പിയേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലാൻഡിന് ഇൻഫൻറ്റൈൽ ഗ്ലാൻഡ് എന്ന് വിളിക്കാറ്, കുട്ടികളുടെ ഗ്രന്ഥി. ബാക്കി എല്ലാ ഗ്ലാൻഡ്സും എന്തായിരിക്കും, എല്ലാ സമയത്തും നമ്മൾ ബോഡിക്കകത്ത് ഒരേപോലെ പ്രവർത്തിക്കും, നമുക്ക് മറ്റുള്ള അബ്നോർമൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ. എന്നാൽ ഈ ഗ്ലാൻഡ് പ്രത്യേകത, നിങ്ങളുടെ പ്രായപൂർത്തി എത്തുന്നവരെ എന്തായിരിക്കും, നിങ്ങൾക്ക് ബോഡിയിൽ കറക്റ്റ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഗ്ലാൻഡ് ഫങ്ഷണലായിരിക്കും, പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കുട്ടികളിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്ലാൻഡ് ആരാണ്? ദ ഇൻഫൻറ്റൈൽ ഗ്ലാൻഡ്. ഇൻഫൻറ്റൈൽ ഗ്ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ ഗ്ലാൻഡിൻ്റെ ഡീജനറേഷൻ വഴിയാണ് നമുക്ക് രോഗമുണ്ടാകാനുള്ള ചാൻസ് കൂടി വരും. ഇപ്പം നമുക്ക് വാർദ്ധക്യത്തിൽ രോഗം വന്ന് ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ടാകുന്നില്ലേ, ആ നാച്ചുറൽ ഡെത്ത്, നമുക്ക് മരണം എങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റില്ല, രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രായം കൂടുന്നതോറും രോഗം വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് അങ്ങനെ വരാൻ ബയോളജിക്കലി നമ്മൾ പറഞ്ഞൊരു റീസൺ എന്താണ്? ദ ഗ്രാജുവൽ ഡീജനറേഷൻ ഓഫ് ദ തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് കറക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും. തൈമസ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറയുന്നതോറും എന്താണ്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ തൈമസ് ഗ്ലാൻഡിനെ പറ്റി അറിയേണ്ടത്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ thoracic region. It is a bilobed gland. It produces a hormone called thymosin. It increases the production of T cells, thereby it is involved in CMI, cell mediated immunity. It also increases the production of antibodies. ഇനി ഇയാൾ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനെയും ത്വരിതപ്പെടുത്തും. അതുവഴി ആ ആൻറ്റിബോഡിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് രണ്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സെക്കൻഡ് ഇയർ പഠിക്കണം. അപ്പം അതിൽ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ടി ലിംഫോസൈറ്റ്സ്. അതിനെണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ആൾസോ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ്. ബി സെൽസിൻ്റെ എണ്ണവും കൂട്ടും ഇയാൾ. ബി സെൽസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് ആൻറ്റിബോഡീസ്. ആ ആൻറ്റിബോഡീസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ടി സെൽസ്, അങ്ങനെ ഇതിന് കാരണമാകുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബി സെൽസ്. ബി സെൽസിൻ്റെ പ്രൊഡക്ഷനും ബി ലിംഫോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷനും കൂട്ടുന്നു. അതുവഴി ആൻറ്റിബോഡീസിൻ്റെ ഉൽപ്പാദനം കറക്റ്റ് ആകുന്നു. അങ്ങനെ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റിയും ലഭിക്കുന്നു. രണ്ട് തരം ഇമ്മ്യൂണിറ്റി പറ്റി ഓർത്താൽ മതി. ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൾ ടി സെൽ, ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൾ ബി സെൽ. ഈ തൈമോസിൻ്റെ പണി ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ടി സെൽ, thereby involved in CMI. It increases the production of B cells, thereby it stimulates the production of antibodies and involved in humoral immunity. The gland is well developed and functional up to puberty. After puberty it gradually disappears, so it is called infantile gland. അപ്പോൾ ഏതൊക്കെ ഗ്ലാൻഡ്സ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പഠിച്ചു കഴിഞ്ഞു? ഹെഡ് റീജിയൻ, നെക്ക് റീജിയൻ, thoracic region. നമുക്ക് പഠിക്കാനുള്ളത് അബ്ഡോമിനൽ റീജിയനകത്തുള്ള ഗ്ലാൻഡ്സ്, ദാറ്റ് ഈസ് പാൻക്രിയാസ്, ആഗ്നേയഗ്രന്ഥി. പാൻക്രിയാസിന് രണ്ട് ഭാഗമുണ്ട്. അത് ഫുള്ളി എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. പാൻക്രിയാസിനകത്ത് അതിൻ്റെ ഔട്ടർ പാർട്ട് എക്സോക്രൈൻ ആണ്. അതിന് ഉൾഭാഗത്ത് നമുക്ക് കാണപ്പെടുന്ന സ്കാറ്റേർഡ് സെൽസ് ഉണ്ട്. ദ സ്കാറ്റേർഡ് സെൽസ്, ചെതറിക്കിടക്കുന്ന കോശങ്ങൾ, ദ സ്കാറ്റേർഡ് സെൽസ് ഇൻ ദ ഇന്നർ സൈഡ് ഓഫ് ദ പാൻക്രിയാസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയാം. അപ്പോൾ പാൻക്രിയാസിന്റെ യഥാർത്ഥ എൻഡോക്രൈൻ പാർട്ട് ആരാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഇൻ ദ പാൻക്രിയാസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിനകത്ത് രണ്ട് തരം കോശങ്ങളുണ്ട്, ആൽഫ സെൽസും ബീറ്റ സെൽസും, എ സെൽ ആൻഡ് ബി സെൽ. Pancreas is a heterocrine gland, both exocrine and endocrine function. The endocrine part of the pancreas contains the scattered cells called islets of Langerhans. It includes alpha cells and beta cells. Alpha cells produce glucagon. ഇയാൾ ഉണ്ടാക്കുന്ന ആള് ഗ്ലൂക്കഗോൺ, ഇയാൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ഇൻസുലിൻ.
ആൽഫ സെൽ പ്രൊഡ്യൂസ് ഗ്ലൂക്കോഗോൺ, ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ. അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു എൻട്രൻസിനൊക്കെ ചോയ്സിൽ വരുമ്പം ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ്ഡ് ബൈ, അപ്പോൾ ആൽഫ ബീറ്റ കൺഫ്യൂഷൻ ആണെന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓർക്കേണ്ടത് ആൽഫബറ്റിക് ഓർഡർ എടുത്താൽ മതി. ആൽഫ ബീറ്റ ആദ്യം വരുന്ന ആൾ എ, ഇൻസുലിൻ ഗ്ലൂക്കോൺ ഫസ്റ്റ് വരുന്ന ആരാ ഗ്ലൂക്കോൺ. അപ്പം ആൽഫ സെൽ ഗ്ലൂക്കോൺ ഫസ്റ്റ് സെക്കൻഡ് ഓർത്താൽ മതി. ഇതിന് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ ആക്കുക സെൽസിന്. അപ്പോൾ ആൽഫ സെല്ലും ബീറ്റ സെല്ലും എ, പിന്നെ ബി. ഇവിടെ ഗ്ലൂക്കോൺ ഇൻസുലിൻ ഫസ്റ്റ് വരുന്ന ആൾ ഗ്ലൂക്കോൺ, ദെൻ ഇൻസുലിൻ. അപ്പം ആൽഫ സെൽ ഗ്ലൂക്കോൺ ബീറ്റ സെൽ ഇൻസുലിൻ. ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏത് സെല്ലാന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഗ്ലൂക്കോഗോൺ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇൻസുലിൻ. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ, ഗ്ലൂക്കോസും ബാലൻസ്ഡ് ആയിരിക്കണം. അത് കൂടുന്നത് കുറയ്ക്കണം, ബ്ലഡിൽ കുറയുമ്പോഴത് കൂട്ടണം. ഈ രണ്ട് ഹോർമോൺസാണ് ഗ്ലൂക്കോസ് ബാലൻസ് ബ്ലഡിൽ ക്ലിപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആൾ. ഗ്ലൂക്കോഗോണിൻ്റെ പണി ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയുമ്പോൾ കൂട്ടുന്ന ആൾ ഗ്ലൂക്കോഗോൺ, കൂടുമ്പോൾ കുറയ്ക്കുന്ന ആൾ ഇൻസുലിൻ. അപ്പോൾ നമ്മുടെ തൈറോകാൽസിറ്റോണിൻ അതിൻ്റെ സ്ഥാനത്ത് വരാറാണ് ഇൻസുലിൻ. പാരാ തേർഡ് ഹോർമോൺ അതിൻ്റെ സ്ഥാനത്ത് വരാറാണ് ഗ്ലൂക്കോഗോൺ. ഗ്ലൂക്കോഗോണിൻ്റെ പണി എന്താണ്? ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നെങ്കിൽ ഏതൊക്കെ പണിയാൾ ചെയ്യുക? ഗ്ലൂക്കോസ് അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഇയാൾ എന്താ ചെയ്യുക? ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ എന്ന് പറയുക. ഗ്ലൂക്കോഗോൺ ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, സോ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ. ഇയാൾ ഹൈപ്പോ ഗ്ലൈസമിക് ഹോർമോൺ നേരത്തെ പറഞ്ഞില്ലേ, ഹൈപ്പോ കാൽസമിക്, ഹൈപ്പർ കാൽസമിക്. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസമിക് ഹോർമോൺ ആരാണ്? ഗ്ലൂക്കോഗോൺ. ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയുമ്പോൾ അത് ഏതൊക്കെ വിധത്തിൽ കൂട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ അയാൾ ചെയ്യും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോജെനോളിസിസ് എന്ന് പറയുക. ഗ്ലൈക്കോജെനോളിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൈക്കോജെനോളിസിസ്. ഗ്ലൈക്കോജെനസിസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രോസസ് ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജൻ വീണ്ടും ഗ്ലൂക്കോസായി മാറുന്ന പ്രോസസ് ഗ്ലൈക്കോജെനോളിസിസ്. ജെനോളിസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ ബോഡിക്കകത്ത് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്ത ഗ്ലൂക്കോസ് ആയിരുന്ന ഗ്ലൈക്കോജൻ അതിനെ പൊട്ടിച്ചിട്ട് വീണ്ടും ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൈക്കോജെനോളിസിസ്. മറ്റൊന്ന് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസ്. സാധാരണ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറും. ഗ്ലൈക്കോജൻ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത അമിനോ ആസിഡിനൊക്കെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറവാണ്, അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അയാൾ നോക്കും. അപ്പോൾ അമിനോ ആസിഡിനെ പോലെയുള്ള നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസിന് അതിന് സ്ട്രക്ചർ മാറ്റിയിട്ട് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. അങ്ങനെ നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസ് നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രോസസ്സിന് പേരാണ് ഗ്ലൂക്കോനിയോജനസിസ്. ജനസിസ് മീൻസ് ഉണ്ടാകുക, സിന്തസിസ്, ഗ്ലൂക്കോനിയോജനസിസ്. മറ്റൊന്ന് ഇറ്റ് ഇൻഹിബിറ്റ് ഗ്ലൈക്കോജനസിസ്. ഗ്ലൈക്കോജൻ ഉണ്ടാകുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഗ്ലൈക്കോജൻ ഉണ്ടാകുന്ന പ്രോസസ്സ് നടന്നതെയും വീണ്ടും ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനെ മാറും, ബ്ലഡിൽ കുറയുകയും ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിനെ ഇയാൾ സ്റ്റോപ്പ് ആക്കും. ഇൻഹിബിറ്റ് ഗ്ലൈക്കോജനസിസ്, സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജെനോളിസിസ്. ഗ്ലൈക്കോജൻ പൊട്ടുന്നതിന് വേഗത കൂട്ടും. ഗ്ലൂക്കോനിയോജനസിസ്, നോൺ കാർബോഹൈഡ്രേറ്റ് സബ്സ്റ്റൻസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇതൊക്കെ എന്താണോ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടാനുള്ള കാരണമാവും. അപ്പോൾ ഗ്ലൂക്കോഗോൺ ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ by stimulating glycogenolysis, breakdown of glycogen. Gluconeogenesis, synthesis of glucose from non-carbohydrate substance like amino acid. Then inhibit glycogenesis. Glycogen synthesis എന്ത് ചെയ്യുന്നു? പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി ഇൻസുലിൻ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് അധികമാകുമ്പോൾ നമ്മൾ ലഞ്ചിനൊക്കെ ഭക്ഷണം റൈസ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂക്കോസിന് അളവ് കൂടുകയും ചെയ്യും. അങ്ങനെ ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുമ്പോൾ അധികം ഗ്ലൂക്കോസിനൊക്കെ എന്ത് ചെയ്യും? ബ്ലഡിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ കുറയ്ക്കുന്ന ആൾ ഇൻസുലിൻ. ഏതൊക്കെ രീതിയിലാണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്. ആ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനിലേക്ക് മാറ്റാൻ ഇയാൾ സഹായിക്കും. അപ്പോൾ ഗ്ലൈക്കോജനസിസിനെ ത്വരിതപ്പെടുത്തും, വേഗത കൂട്ടും. ഇൻഹിബിറ്റ് ഗ്ലൈക്കോജെനോളിസിസ്. ഓക്കെ, ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു? പൊട്ടുന്നത് ഇയാൾ സ്റ്റോപ്പാക്കും. ഗ്ലൈക്കോജൻ പൊട്ടിയാൽ വീണ്ടും ഗ്ലൂക്കോസ് വരിക ചെയ്യും. അപ്പോൾ ഇൻഹിബിറ്റ് ഗ്ലൈക്കോജെനോളിസിസ്, സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്.
and also it increases the utilization, cellular uptake and utilization of glucose. ഗ്ലൂക്കോസിനെ സെൽസിന് യഥേഷ്ടം വിട്ടുകൊടുക്കും. അപ്പോൾ സെൽസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ അധികമായിട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയും. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ എന്താണെന്നോ സെൽസിൻ്റെ ഉപയോഗം എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സെല്ലുലാർ അപ്ടേക്ക്. സെൽസ് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നത് വേഗത കൂട്ടും. സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഈ 3 രീതിയിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്ന ആളാണ് ഇൻസുലിൻ. സോ ഇറ്റ് ഇസ് കോൾഡ് hypoglycemic hormone. Insulin decreases the blood glucose by stimulating glycogenesis, synthesis of glycogen. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുമ്പോൾ ബ്ലഡിൽ കുറയും. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്ലൈക്കോജനോളിസിസ്. ഗ്ലൈക്കോജൻ പൊട്ടുന്നത് ഇയാൾ സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. സെൽസ് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്ന വേഗത കൂട്ടും. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇൻസുലിൻ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഗ്ലൂക്കോഗോൺ ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇങ്ങനൊരു സ്കീമാറ്റിക് ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു ആരോ മാർക്ക് വെച്ച് പഠിച്ചതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. നമുക്ക് പറയുമ്പം മാറിപ്പോകുന്ന ആ കണ്ടീഷൻ ഒഴിവാക്കാൻ പറ്റും. ഇൻസുലിൻ കുറയ്ക്കുന്ന ആളാണ്, ഗ്ലൂക്കോൺ കൂട്ടുന്ന ആളാണ്. ഇൻസുലിൻ അതേ സ്ഥാനത്ത് ആര് വരിക? നമ്മുടെ TCT വരിക, തൈറോകാൽസിഡോൺ, കാൽസ്യം കുറയ്ക്കുന്ന ആൾ. ഇയാളുടെ അതേ സ്ഥാനത്ത് ആര് വരും? PTH. കാൽസ്യം പറയുമ്പോൾ കാൽസ്യം കൂട്ടുന്ന ആൾ PTH, കുറയ്ക്കുന്ന ആൾ TCT. അങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് എന്ത് ചെയ്യും? നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വന്നാൽ മാറിപ്പോകാതെ എഴുതാൻ പറ്റും. ഇത് നമ്മുടെ ഇൻസുലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയണം. എന്ത്? ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. ഡയബറ്റീസ് മെലിറ്റസ് ഒരു ഹോർമോണൽ ഡിസോർഡറാണ്. ഇറ്റ് ഈസ് എ ഹോർമോണൽ ഡിസോർഡർ കോസ്ഡ് ബൈ ദ ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞാൽ, ഇപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിയാലും അത് കുറയ്ക്കേണ്ട ആൾ ഇൻസുലിനാണ്. ഇപ്പോൾ ഇൻസുലിൻ അളവ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് കൂടിയാലും അത് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പം ബ്ലഡിൽ ഹൈ ഗ്ലൂക്കോസ് കണ്ടന്റ് ആയിരിക്കും. ആ കണ്ടീഷൻ പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് കോസ്ഡ് ബൈ ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ ഇൻ അവർ ബോഡി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബ്ലഡ് ഷുഗർ. ബ്ലഡിൽ ഷുഗർ ഗ്ലൂക്കോസ് കൂടും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ ബോഡി എന്താണോ ഏത് വിധേനയും അത് പുറന്തള്ളാൻ നോക്കും. അപ്പോൾ മൂത്രം വഴി എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പുറന്തള്ളാൻ തുടങ്ങും. അപ്പോൾ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടാവും. പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഇതാണ് ഡയബറ്റീസ് മെലിറ്റസിൻ്റെ പ്രമേഹത്തിൻ്റെ പ്രധാന ലക്ഷണം. അപ്പോൾ എന്താ ഡയബറ്റീസ് മെലിറ്റസ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഹൈപ്പോസെക്രീഷൻ. ഇൻസുലിൻ്റെ അളവ് കുറയുക, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ ഇൻ അവർ ബോഡി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബ്ലഡ് ഷുഗർ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഷുഗർ ഇൻ യൂറിൻ. അപ്പോൾ നമ്മൾ പാങ്ക്രിയാസിനകത്ത് എൻഡോക്രൈൻ പാർട്ട്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതിൽ ആൽഫ സെൽ, ബീറ്റ സെൽ. ആൽഫ സെൽ പ്രൊഡ്യൂസസ് ഗ്ലൂക്കോഗോൺ, ബീറ്റ സെൽ പ്രൊഡ്യൂസസ് ഇൻസുലിൻ. ഹൈപ്പോസെക്രീഷൻ ഓഫ് ഇൻസുലിൻ കോസസ് ഡയബറ്റീസ് മെലിറ്റസ്. അടുത്ത ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്, സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നും പറയും. അഡ്രിനൽ ഗ്ലാൻഡ് പെയ്ഡ് ഗ്ലാൻഡ്സ് ആണ്. നമുക്ക് 2 കിഡ്നി ഉണ്ട്. ഓരോ കിഡ്നിയുടെ മുകളിലും ഓരോ ഗ്ലാൻഡ് ഉണ്ടാവും. അഡ്രിനൽ ഗ്ലാൻഡ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് സുപ്രാ റീനൽ. റീനൽ മീൻസ് കിഡ്നി. സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്നും പറയും. ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഉണ്ടാവും. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പാർട്ടുണ്ട്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഇന്നർ സൈഡ് അഡ്രിനൽ മെഡുല്ല എന്ന് പറയും. ദിസ് ഇസ് അഡ്രിനൽ മെഡുല്ല. ഔട്ടർ സൈഡ് നമ്മൾ അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറയും. അഡ്രിനൽ കോർട്ടെക്സും അഡ്രിനൽ മെഡുല്ലയും. കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. ദിസ് ഈസ് അഡ്രിനൽ മെഡുല്ല, ദിസ് ഈസ് അഡ്രിനൽ കോർട്ടെക്സ്. ഈ അഡ്രിനൽ കോർട്ടെക്സിന് 3 ലെയർ ഉണ്ട്. ഇറ്റ് ഹാസ് 3 ലെയേഴ്സ്. ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും, ഒരു മിഡിൽ ലെയർ ഉണ്ടാവും, ഒരു ഇന്നർ ലെയർ ഉണ്ടാവും. ഇറ്റ് ഹാസ് 3 ലെയേഴ്സ്. അതിന് ഓരോന്നൊരു പേരുണ്ട്. ആ പേര് നമുക്ക് അതിൻ്റെ ഓർഡറിൽ പറഞ്ഞു വെക്കണം. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. ഔട്ടർ ലെയറിനെ വിളിക്കുക നമ്മൾ ഗ്ലോമർലോസ് എന്നാ പറയുക. ഗ്ലോമർലോസ്. ഇതിന് വിളിക്കും നമ്മൾ ഫാസിക്കുലേറ്റർ. ഇതിന് റെറ്റിക്കുലാരിസ്. സോണ ഗ്ലോമർലോസ, സോണ ഫാസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാരിസ്. ഔട്ടർ ലെയർ ഗ്ലോമർലോസ,
മിഡിൽ ലെയർ ഫാസ്റ്റിക്കുലേറ്റ, ഇന്നർ ലെയർ റെട്ടിക്കുലേറ്റ്. ഫാസ്റ്റിക്കുലർ റെട്ടിക്കുലാരിസ്, ഇന്നർ ലെയർ റെട്ടിക്കുലാരിസ്. പിന്നെ നമ്മൾ ഓർക്കാനുള്ള വഴി ഇതിൻ്റെ ഓർഡർ കിട്ടാൻ GFR എന്ന് ഓർത്താൽ മതി. നമ്മൾ നേരത്തെ ഒരു GFR പഠിച്ചിട്ടല്ലേ, എക്സ്ക്രിട്ടറി പ്രൊഡക്റ്റ് ആൻഡ് ദിയർ എലിമിനേഷൻ ചാപ്റ്റർ ഓഫ് GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അപ്പോൾ അതേ ആ പേര്, ആ GFR ഫുൾ ഫോം അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ആ ഒരു സീക്വൻസിലാണ് വരിക GFR. ഗ്ലോമറുലോസ, ഫാസ്റ്റിക്കുലേറ്റ, റെട്ടിക്കുലാരിസ്. സോണ ഗ്ലോമറുലോസ, സോണ ഫാസ്റ്റിക്കുലേറ്റ, സോണ റെട്ടിക്കുലാരിസ്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മൾ വിളിക്കുക കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. കോർട്ടിക്കോയിഡ്സ്, ദേ ആർ സ്റ്റിറോയിഡ് ഹോർമോൺസ്. അത് 3 തരത്തിലുണ്ട്: ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് സെക്സ് കോർട്ടിക്കോയിഡ്സ്, അല്ലെങ്കിൽ ആൻഡ്രോജനിക് ഹോർമോൺ എന്ന് പറയും. 3 തരം ഹോർമോൺസ് ആണ് അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്നത്: ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. ദേ ആർ സ്റ്റിറോയിഡ്, കൊളസ്ട്രോൾ, ലിപ്പിഡ് കണ്ടെയ്നിങ് ഹോർമോൺസ് ആണ്. ഹോർമോൺസ് പല ടൈപ്പ് ഉണ്ട്. പ്രോട്ടീൻ ഹോർമോൺസ് ഉണ്ട്, ലിപ്പിഡ് ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ ആരാണ്? ലിപ്പിഡ് ഹോർമോൺസ് ആണ്. കൊഴുപ്പടങ്ങിയ ഹോർമോൺസ് ആണ് ആര്? സ്റ്റിറോയിഡ് ഹോർമോൺസ്. അതിൽ ഈ കോർട്ടിക്കോയിഡ്സിനകത്ത് വരുന്നൊരു ഹോർമോണാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് നമ്മുടെ ബോഡിക്കകത്ത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂട്ടാൻ സഹായിക്കുന്നുള്ളതാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. കോമൺലി കോൾഡ് കോർട്ടിക്കോയിഡ്സ് 3 ടൈപ്പാണ്: ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ് ആൻഡ് സെക്സ് കോർട്ടിക്കോയിഡ്സ്. അതിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആണെങ്കിൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജനസിസ്. ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൂക്കോനിയോജനസിസ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ലിപ്പോലൈസിസ് ആൻഡ് പ്രോട്ടിയോലൈസിസ്. ഇയാൾ ചെയ്യുന്ന ഗ്ലൂക്കോ ഇത് 3 ടൈപ്പാണ്. അതിൽ ഒരാളാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ആ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് കൂടി നമുക്ക് ശരിക്കും പഠിക്കാനുള്ളൂ. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിൽ ഫംഗ്ഷൻ പറയുമ്പോൾ ഒന്നെന്താണോ? ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കോനിയോജനസിസ്, സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ്. അങ്ങനെ ഗ്ലൂക്കോനിയോജനസിസ്, നോൺ കാർബോഹൈഡ്രേറ്റ് നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകണമെങ്കിൽ എന്തിന് വേഗത കൂട്ടണം? പ്രോട്ടിയോലൈസിസ്. പ്രോട്ടീനെ പൊട്ടാൻ സഹായിക്കണം. പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അമിനോ ആസിഡ് ഉണ്ടാവുക. ആ അമിനോ ആസിഡിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇപ്പം ഹെൽപ്സ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ്. ലിപ്പോലൈസിസ്. ലിപ്പോലൈസിസ് എന്ന് പറയുമ്പം ലിപ്പിഡിനെ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ഗ്ലിസറോൾ കിട്ടും. ഗ്ലിസറോൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജനസിസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോട്ടിയോലൈസിസ് നടക്കണം, ലിപ്പോലൈസിസ് നടക്കണം. ഇയാളുടെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന്റെ എയിം എന്താണ്? ബ്ലഡിൽ ഗ്ലൂക്കോസിനെ കൂട്ടുന്നതാണ്. അതിനുവേണ്ടി സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് ഗ്ലൂക്കോനിയോജനസിസ്, പ്രോട്ടിയോലൈസിസ്. അങ്ങനെ നോൺ കാർബോഹൈഡ്രേറ്റ് നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണം. അമിനോ ആസിഡ് കിട്ടാൻ വേണ്ടി പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യും. അതുപോലെ ഗ്ലിസറോൾ കിട്ടാൻ വേണ്ടി ലിപ്പിഡ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഓർത്താൽ എളുപ്പം പറയാൻ പറ്റും. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജനസിസ്, proteolysis and lipolysis. It inhibits cellular uptake and utilization of amino acid. സെൽസ് അമിനോ ആസിഡ് എടുക്കുന്ന വേഗത കുറയ്ക്കും. കാരണം അമിനോ ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ സെൽസ് അമിനോ ആസിഡിനെ വലിച്ചെടുക്കുന്നയാൾ സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് ഇൻഹിബിറ്റ് ദ സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്. ഇതൊക്കെ എന്തിനാണ്? അങ്ങനെ അമിനോ ആസിഡ് സെൽസ് എടുക്കുന്നില്ലെങ്കിൽ ബ്ലഡിൽ അമിനോ ആസിഡ് കൂടും. അമിനോ ആസിഡ് കൂടുമ്പോൾ അതിനെ വേഗത്തിൽ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോനിയോജനസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് പ്രോട്ടിയോലൈസിസ്, ലിപ്പോലൈസിസ്, ദ ഇൻഹിബിഷൻ ഓഫ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്. ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന അഡ്രിനൽ മിഡിൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. എമർജൻസി ഹോർമോൺ അഡ്രിനാലിനൊക്കെ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ കോർട്ടിക്കോയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടും. അതിലൊരു ടൈപ്പാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. Stimulates gluconeogenesis, proteolysis, lipolysis, inhibit cellular uptake and utilization of amino acid. ഇനി അടുത്താണ് മിനറലോ കോർട്ടിക്കോയിഡ്സ്. മിനറലോ കോർട്ടിക്കോയിഡ്സ് അതിൽ ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഈ ആൽഡോസ്റ്റിറോൺ അല്ലെങ്കിൽ മിനറലോ കോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് Na+. നമ്മുടെ ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടറിൻ്റെയും സോഡിയം അയോൺസിൻ്റെയും അബ്സോർപ്ഷൻ ഇയാൾ വേഗത കൂട്ടും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ എലിമിനേഷൻ ഓഫ് പൊട്ടാസ്യം ആൻഡ് ഫോസ്ഫേറ്റ്. പൊട്ടാസ്യം അപ്പോൾ അയോണിക് ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സോഡിയത്തിന് ഇയാൾ ബോഡിയിലേക്ക് എടുക്കാൻ സഹായിക്കും. പൊട്ടാസ്യവും അതേപോലെ ഫോസ്ഫേറ്റിനെയും പുറന്തള്ളാൻ സഹായിക്കും.
It increases the reabsorption of water and sodium and elimination of potassium and phosphate. പൊട്ടാസ്യം ഫോസ്ഫേറ്റിൻ്റെ പുറന്തള്ളുന്ന വേഗത കൂട്ടും, സോഡിയത്തിൻ്റെയും ജലത്തിൻ്റെയും അബ്സോർപ്ഷൻ്റെ വേഗത കൂട്ടും. ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് Na+, elimination of potassium and phosphate. Okay, thereby it maintains the blood volume. അങ്ങനെ ബ്ലഡിൻ്റെ വോളിയം കൂട്ടാൻ സാധിക്കും. മെയിൻറ്റെയിൻസ് ദ ബ്ലഡ് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ, വാട്ടർ ബാലൻസും അതുപോലെ ബ്ലഡ് പ്രഷറും ബ്ലഡ് വോളിയം ഒക്കെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് മിനറലോകോർട്ടിക്കോയിഡ്സ്, എസ്പെഷ്യലി ആൽഡോസ്റ്റിറോൺ. ഇപ്പോൾ മിനറലോകോർട്ടിക്കോയിഡ്സ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം അയോൺ. It increases the elimination of potassium and phosphate. Thereby, it maintains blood volume, blood pressure and osmotic pressure. ഇതിനകത്തുള്ള ഹോർമോൺ സെക്സ് കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. സെക്സ് കോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ഹോർമോൺ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോണാണ്. ഒരു ചെറിയ അളവ് മെയിൽ സെക്സ് ഹോർമോൺ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ് ഇയാളുണ്ടാക്കുന്ന ആൻഡ്രോജനും, ഇനി ആൻഡ്രോജൻ ആരുണ്ടാക്കും? ടെസ്റ്റിസ് ഉണ്ടാക്കും. അപ്പം മെയിലിൽ ആൻഡ്രോജൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഒരു മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. താടി മീശയൊക്കെ വരാനുള്ള കാരണം എന്താണോ? ഇത് ഈ ഹോർമോണിൻ്റെ അളവ് അധികമുണ്ടെങ്കിൽ അത് ഈ ഹോർമോണിൻ്റെ ഫംഗ്ഷനാണ് അത്. ഓക്കെ, അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഒരു ചെറിയ അളവ് ആൻഡ്രോജനിക് ഹോർമോൺ എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. ഈ ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എന്ത്? ഇത് സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ഫാഷ്യൽ ഹെയർ. ഫാഷ്യൽ ഹെയർസിൻ്റെ എന്തെയും ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ ആക്സിൽ ഹെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ഷത്ത് ഹെയർസ് രൂപം കൊള്ളാൻ, പ്യൂബിക് ഹെയർസ് നാഭിയുടെ ഭാഗത്ത് ഹെയർസ് രൂപം കൊള്ളാൻ. അപ്പം ഇറ്റ് കോസസ് ദ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ് ആൻഡ് ഫാഷ്യൽ ഹെയർസ്. ആ ഹെയർ ഡിസ്ട്രിബ്യൂഷനെ സഹായിക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജനിക് കോർട്ടിക്കോയിഡ്സ്. ഓക്കെ, മെയിൽ എന്തായിരിക്കും? ഈ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കും, ടെസ്റ്റിസ് ഉണ്ടാക്കും. നല്ലവണ്ണം ഈ ഹോർമോൺ ഉണ്ടാവും, നല്ലവണ്ണം ഈ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഫീമെയിലിൽ വളരെ കുറഞ്ഞ അളവ് ഈ ഹോർമോൺ ഉണ്ടാവും. ചില ഫീമെയിൽ എന്ത് ചെയ്യും? ഈ ഹോർമോണിൻ്റെ അളവ് കൂടും. ഈ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ആൻഡ്രോജനിക് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഫാഷ്യൽ ഹെയർസ് ഉണ്ടാവും, ചെറിയ താടിയും മീശയൊക്കെ ഉണ്ടാവും. ഈ ഹോർമോൺ ഇപ്പോൾ ഫീമെയിലും ഈ ഹോർമോൺ ഉണ്ട്. ഞാനീ പറഞ്ഞ ആക്സൽ ഹെയർസിനും പ്യൂബിക് ഹെയർസിനൊക്കെ ഗ്രോത്തിന് ആര് വേണം? ഈ പ്യൂബർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതിന് ആര് സഹായിക്കും? ആൻഡ്രോജനിക് ഹോർമോൺ. അത് മെയിലിൽ നല്ലവണ്ണം കൂടുതലായിരിക്കും, കാരണം ടെസ്റ്റിസ് ഉണ്ടാക്കും ഈ ഹോർമോൺ. ഫീമെയിൽ ആണെങ്കിൽ ഈ ഗ്ലാൻഡ് മാത്രമേ ഉണ്ടാക്കും. ചില ഫീമെയിൽ ഈ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ അല്പം ഒന്ന് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? കുറച്ചുകൂടി വ്യക്തമായ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഫേസിലൊക്കെ വരുന്നത്. അപ്പോൾ ഫീമെയിലും വന്നിട്ട് ഒരു മെയിൽ സെക്സ് ഹോർമോൺ, ആൻഡ്രോജനിക് ഹോർമോൺ കുറഞ്ഞ അളവുണ്ടാവും. അത് ആരുണ്ടാക്കുന്നതെന്ന്? അഡ്രിനൽ കോർട്ടെക്സ്. അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസസ് ആൻഡ്രോജനിക് ഹോർമോൺ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ആക്സിയൽ ഹെയർ, pubic hair and facial hair during puberty. ഇനി അഡ്രിനൽ മെഡുല ഉണ്ടാക്കുന്ന ഹോർമോൺ നമ്മൾ പഠിച്ച ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയും. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അഡ്രിനൽ മെഡുല പ്രൊഡ്യൂസേഴ്സ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ വേറെ വരാന്ന് എപ്പിനെഫ്രിൻ എന്ന് പറയും. എപ്പിനെഫ്രിൻ ഓർ അഡ്രിനാലിൻ. അപ്പോൾ നോർ അഡ്രിനാലിൻ്റെ പേര് നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. യെസ്, അപ്പം അതിൽ നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രിൻ, ഈ രണ്ട് ഹോർമോൺസിന്റെ പണി എന്താണോ? ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ സഹായിക്കും. എങ്ങനെയൊക്കെ? ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് എമർജൻസി സിറ്റുവേഷൻ by increasing the heartbeat rate, breathing rate, sweating, excessive sweating, വിയർക്കൽ ഉണ്ടാവും. അതുപോലെ പ്യൂപ്പിലാരി ഡയലേഷൻ എന്ന് പറയും. നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡയലേറ്റ് ചെയ്യും. പൈലോ ഇറക്ഷൻ, റേസിംഗ് ഓഫ് ഹെയർസ് ഒക്കെ എന്ത് ചെയ്യും? നിവർന്നു നിൽക്കും. ആ ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ട് ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് എമർജൻസി സിറ്റുവേഷൻ. അതുകൊണ്ട് ഈ രണ്ട് ഹോർമോൺസ് നമ്മൾ എന്ത് വിളിക്കും? എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എമർജൻസി ഹോർമോൺ ആരാണ്? അഡ്രിനാലിൻ ആൻഡ് നോർ. രണ്ടും ഒരേ ഫംഗ്ഷൻ തന്നെയാണ്. അതിൽ എപ്പോഴും സെക്രീഷനിൽ അളവ് കൂടുതൽ ആരായിരിക്കും? അഡ്രിനാലിനായിരിക്കും. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഹെൽപ്സ് ടു ഫേസ് എമർജൻസി സിറ്റുവേഷൻ ബൈ ഇൻക്രീസിംഗ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ്. ഏതൊക്കെ രീതിയിലെന്ന് പറയണം? ബൈ ഇൻക്രീസിംഗ് ദ ഹാർട്ട് ബീറ്റ് റേറ്റ്, ബ്രീത്തിങ് റേറ്റ്,
പൈലോ ഇറക്ഷൻ. പൈലോ ഇറക്ഷൻ മീൻസ് നമ്മൾ രോമങ്ങൾ എന്ത് ചെയ്യുക, നിവർന്ന് നിൽക്കുക. പൈലോ ഇറക്ഷൻ, റേസിംഗ് ഓഫ് എയേഴ്സ്, പ്യൂപ്പിലാരി ഡയലേഷൻ, കണ്ണിൻ്റെ പ്യൂപ്പിൾ കൃഷ്ണമണി എന്ത് ചെയ്യുക, വികസിക്കുക. ആൻഡ് സ്വെറ്റിംഗ്, വിയർക്കുക. ഇതൊക്കെ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ദെർബൈ ഇറ്റ് ഈസ് കോൾഡ് എമർജൻസി ഹോർമോൺ, അല്ലെങ്കിൽ ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നും പറയും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യണോ, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണോ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇപ്പോൾ ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആരാന്ന്, അഡ്രിനാൽ മെഡുല ഉണ്ടാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. നമുക്ക് മേജർ ഗ്ലാൻസിനകത്ത് ഒരൊറ്റ ഗ്ലാൻഡെ പഠിക്കാനുള്ള ഗൊണാഡ്സ്. ഗൊണാഡ്സ് മെയിലിലും ഫീമെയിലും വ്യത്യസ്തമായിരിക്കും. മെയിലിൽ ടെസ്റ്റിസ്, ഫീമെയിലിൽ ഓവറി. The male gonad, that is called a testis. The male body contains a pair of testes. A pair of testes എന്നാ പറയുക. A pair of testes. Testis എന്നുള്ള വാക്കില്ല, testis plural testes. ഈ ടെസ്റ്റിസിൽ ഒരു തരം സെൽസ് ഉണ്ട്, സ്കാറ്റേർഡ് സെൽസ് ഉണ്ട്. നമ്മൾ ഇന്റർസ്റ്റിഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ് എന്ന് പറയാം. ലൈഡിക് സെൽസ്. ഈ ലൈഡിക് സെൽസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. The main hormone is called testosterone. Androgen. Male sex hormone called androgens. ആൻഡ്രോജൻസിൽ ദ പ്രിൻസിപ്പൽ ഹോർമോൺ ഇസ് കോൾഡ് ടെസ്റ്റോസ്റ്ററോൺ. ആ ടെസ്റ്റോസ്റ്ററോൺ ഫംഗ്ഷൻ എന്താണ്, ദ ഗ്രോത്ത് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ മെയിൽ എന്ന് പറയുക. മെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് ടെസ്റ്റിസ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് നമ്മൾ സെക്കൻഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരും. സ്പോമിന് ഉണ്ടാക്കുന്ന ഗ്ലാൻഡ് ഭാഗമാണ് ആരാണോ, ഓർഗൻ ആരാണോ, അതിനെ നമ്മൾ വിളിക്കുക പ്രൈമറി സെക്സ് ഓർഗൻ. ഒരു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ഭാഗം എന്താണ്, സ്പോമും ഓവുമാണ്. അപ്പോൾ സ്പോമിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം മെയിൽ ആരാണ്, ടെസ്റ്റിസ്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ഭാഗത്തിനൊക്കെ വിളിക്കുമ്പോൾ സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്ന് പറയും. അങ്ങനെ ഈ പ്രൈമറി സെക്സ് ഓർഗനും സെക്കൻഡറി സെക്സ് ഓർഗൻസും വരുമ്പോഴാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഒരു മെയിലിൽ ടെസ്റ്റിസ് ആൻഡ്രോജൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ശരിക്കും വളരാൻ സഹായിക്കും. അപ്പോൾ പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഈ ആൻഡ്രോജൻസ് വരിക. ഇപ്പോഴെന്ത് ചെയ്യുക, സെക്കൻഡറി സെക്സ് ഓർഗൻസിന് കുറേ പേരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് സെക്കൻഡറി പഠിക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കാരാണ് എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പെനിസ്. ഈ ഭാഗങ്ങളൊക്കെ എന്താണോ കറക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ലൈക്ക് 2-3 പേര് ടെക്സ്റ്റിനകത്തുള്ളത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അത് നമ്മൾ അടുത്ത ഭാഗത്ത് ക്ലിയർ ആവും. ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഇപ്പം ടെസ്റ്റിസ് കറക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻസ് വന്നാൽ ബാക്കിയുള്ള സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു മെയിലിന് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി കിട്ടും, ഒരു കുട്ടി ഉണ്ടാക്കാനുള്ള കഴിവ് പൂർത്തിയാകും. അപ്പോൾ ആൻഡ്രോജൻസിന്റെ പണി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ലൈക്ക് എപ്പിഡൈഡിമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ ആൻഡ് പെനിസ്. മറ്റൊന്ന് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ്. അപ്പോഴെന്ത് ചെയ്യുക, ഈ ഹോർമോൺ വരുമ്പോഴാണ് ഒരു ആൺകുട്ടി ആണായി മാറുക. മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്താ മെയിൽ ക്യാരക്ടേഴ്സ്? മെയിൽ പാറ്റേൺ ഓഫ് ഫാഷ്യൽ ഹെയർ ഡിസ്ട്രിബ്യൂഷൻ, മെയിലിനെ പോലെയുള്ള ഫാഷ്യൽ ഹെയർസ് ഉണ്ട്, താടി മീശയൊക്കെ വരിക. മെയിൽ വോയിസ്, ലോ പിച്ച് വോയിസ്, മസ്കുലർ ഡെവലപ്മെന്റ്, മസിൽസ് ഒക്കെ കറക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ എക്സ്റ്റേണൽ മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. അതുപോലെ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. ദറ്റ് ഈസ് ആൻഡ്രോജൻ. ഇനി ഫീമെയിലിൽ ഓവറി ആയിരിക്കും. ദ ഫീമെയിൽ ഗൊണാഡ് ഈസ് കോൾഡ് ഓവറി. ദ ഫീമെയിൽ ബോഡി കണ്ടെയ്ൻസ് എ പെയർ ഓഫ് ഓവറീസ്. ഓവറി ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ആൻഡ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. 2 ഹോർമോൺ ഉണ്ട്. ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മെയിലിനേക്കാളും ഡ്യൂട്ടി കൂടുതലത് ഫീമെയിലിന്. പ്രഗ്നൻസി ഒക്കെ ഫീമെയിലിന്. ആ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോൺ ആര്? പ്രൊജസ്റ്ററോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗമാണ് ഈസ്ട്രജൻ ഉണ്ടാക്കുവരാന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇൻ ദ ഓവറി പ്രൊഡ്യൂസസ് ഈസ്ട്രജൻ. ഈസ്ട്രജന്റെ വർക്കും ആൻഡ്രോജന്റെ വർക്കും സെയിം ആണ്. അപ്പോൾ എന്തായിരിക്കും ഈസ്ട്രജന്റെ വർക്ക്? ഒരു ഫീമെയിലിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, പ്രൈമറി സെക്സ് ഓർഗൻ ഓവറി. ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓവറി മാത്രം മതിയോ? യൂട്ടറസ് വേണം, ഫെലോപ്പിൻ ട്യൂബ് വേണം. അതിനൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആരാണ്? ഈസ്ട്രജൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ ഫീമെയിൽ. ഇയാളാണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ മെയിൽ, ഇയാളാണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ ഫീമെയിൽ. മറ്റൊന്ന് ഇയാളുടെ ഫംഗ്ഷൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ എക്സ്റ്റേണൽ സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഒരു ഫീമെയിലിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് ഇല്ലേ, ഒരു കറക്റ്റ് പ്യൂബർട്ടി എത്തുമ്പോൾ ഫീമെയിലായി മാറുമ്പോൾ ഫീമെയിൽ ബോഡി ഷേപ്പ്, അതുപോലെ ഫീമെയിൽ വോയിസ്, ഫീമെയിലിൻ്റെ സൗണ്ട്, ഹൈ പിച്ച് വോയിസ്, അതിനൊക്കെ കാരണം വരാമെന്ന് ഈസ്ട്രജൻ. ഇപ്പോൾ സൗണ്ടിലൊക്കെ വ്യത്യാസം വരിക. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ത് ചെയ്യും, ഈ ഹോർമോൺസ് ഒക്കെ വരുമ്പോഴാണ് സൗണ്ടിലൊക്കെ വ്യത്യാസം വന്ന് അവർ പ്രായപൂർത്തി എത്തുന്നത്. ഈ ഈസ്ട്രജൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു?
ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ എക്സ്റ്റേണൽ സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഇപ്പോൾ രണ്ടിനും എന്താണ്, മെയിലിൽ ചെയ്യുന്ന ആള് ഈ ആൻഡ്രോജൻ, ഫീമെയിൽ ചെയ്യുന്ന ആള് ഈസ്ട്രോജൻ. ഇനി പ്രൊജസ്ട്രോൺ ആണെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി, ഇറ്റ് ഈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ എന്നാണ് പറയുക. ഈ ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് എന്ത്, പ്രിമച്യൂർ ബർത്ത് ഉണ്ടാവുക. കുട്ടി എന്ത് ചെയ്യും, കറക്റ്റ് ഡെവലപ്മെൻറ്റ് മുന്നേ എന്ത് ചെയ്യും, അബോർഷൻ നടക്കും. ഇപ്പം പ്ലാസൻ്റെ കറക്റ്റ് യൂട്രസിന് ഭിത്തിയിൽ പറ്റിപ്പിടിക്കണമെങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണം. ഇറ്റ് മെയിൻറ്റെയിൻസ് പ്രഗ്നൻസി, ഇറ്റ് കീപ്സ് പ്രഗ്നൻസി, സോ ഇറ്റ് ഈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോർപ്പസ് ലൂട്ടിയം. ഓവറിക്കകത്ത് ഓവുലേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാസ് ഓഫ് യെലോയിഷ് മാസ് ഓഫ് ടിഷ്യൂ ആണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഇറ്റ് കീപ്സ് പ്രഗ്നൻസി, സോ ഇറ്റ് ഈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ. ഇപ്പം മെയിലിൻ്റെ ഗൊണാഡ് ടെസ്റ്റിസ്, ഫീമെയിൽ ഗൊണാഡ് ഓവറി. ഇപ്പം എല്ലാ മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പൈനൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രിനാൽ, അതിന് കോർട്ടെക്സും മിഡിലെയും, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതിനകത്ത് ആൽഫ സെൽ, ബീറ്റ സെൽ, ഗൊണാഡ് മെയിൽ, ഗൊണാഡ് ടെസ്റ്റിസ്, ഫീമെയിൽ ഗൊണാഡ് ഓവറി. അടുത്ത ഭാഗങ്ങളൊന്ന് ഓർത്ത് നോക്കുക. യെസ്, ഇനി നമുക്ക് നോക്കാനുള്ളത് മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയും. ഇതൊരു നമ്മുടെ പരീക്ഷ അങ്ങനെ ചോദിച്ചു കളഞ്ഞു. നമ്മൾ 10th വരെ പഠിച്ചത് മേജർ ഗ്ലാൻഡ്സ് ആണ്. ആ മേജർ ഗ്ലാൻഡ്സ് അല്ലാതെ നമ്മുടെ ബോഡിക്കകത്ത് പ്രധാന ഫംഗ്ഷൻ ചെയ്യുന്ന ആൾ അത്തരം ഗ്ലാൻഡ്സ്. അതല്ലാതെയും എന്തുണ്ട്, ഹോർമോൺസ് ഉണ്ടാക്കുന്ന ചില ഭാഗമുണ്ട്. അവർ നമ്മൾ വിളിക്കുക മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇതുപോലെ എക്സ്ക്രീഷൻ പ്രധാന ഓർഗനാരാണ് കിഡ്നി. അതേ ഫംഗ്ഷൻ മറ്റുള്ള ഓർഗൻസ് നമ്മൾ അഡീഷണൽ എക്സ്ക്രിറ്ററി ഓർഗൻസ് പറയും, സ്കിൻ, ലങ്സ്, ലിവർ. അതേപോലെ മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമ്മൾ ബോഡിയിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന മറ്റു ഭാഗം ഒന്ന് ഹാർട്ടാണ്. ഹാർട്ടും ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, റാസ്, റെനിൻ, ആൽഡോസ്റ്ററോൺ, ആൻജിയോടെൻസിൻ സിസ്റ്റത്തിനകത്ത് ഹാർട്ട് ഉണ്ടാക്കുന്ന, ഹാർട്ടിൻ്റെ ഏട്രിയം ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ വരാമെന്ന് ANF എന്ന് പറയാം. ഹാർട്ട് പ്രൊഡ്യൂസസ് എ ഹോർമോൺ കോൾഡ് ഏട്രിയൽ നാട്രി യൂറോട്ടിക് ഫാക്ടർ എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നേരത്തെ എക്സ്ക്രിറ്ററി പ്രൊഡക്റ്റ് ആൻഡ് എലിമിനേഷൻ ചാപ്റ്ററിനകത്ത് വരുന്നതാണ്. അപ്പം ഹാർട്ട് വാൾ പ്രൊഡ്യൂസസ് ഹോർമോൺ കോൾഡ് ANF. ഇതിൻ്റെ പണി ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, ദെർബൈ ബ്ലഡ് പ്രഷർ ഡിക്രീസസ്. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും, അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ANF ആണ്. അതിന് ഫുൾ ഫോം പറയണം ഏട്രിയൽ നാട്രി യൂറോട്ടിക് ഫാക്ടർ. അപ്പോൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗനാണ്, അതൊക്കെ പഠിച്ചതാണ്. അതിന് കൂടുതൽ അറിയണം, ഹാർട്ട് വേണ്ട സമയത്ത് ഹോർമോൺസ് ഉണ്ടാക്കും, ആ ഹോർമോണാണ് ANF. അപ്പോൾ നേരത്തെയുള്ള ഹോർമോൺസിൻ്റെ ഗ്രൂപ്പിനകത്ത് ഇയാൾ വരും. ANF ഈസ് എ ഹോർമോൺ. ഇനി കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റീൻ എന്ന് പറയും. JG എന്നൊരു ഭാഗമുണ്ട് കിഡ്നിക്കകത്ത്, ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ വരാണ് എറിത്രോപോയിറ്റീൻ. ആ പേര് തന്നെയുണ്ട്, എറിത്രോസൈറ്റ്, RBC. സിന്തസിസ് ഓഫ് RBC അതിന് പറയുന്ന പേരാണ് എറിത്രോപോയിസസ് എന്ന് പറയും. RBCയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ ഓഫ് RBCs, ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റിമുലേറ്റ് എറിത്രോപോയിസസ്. ഇപ്പോൾ എറിത്രോപോയിസസ് പോയിസൺ എന്നല്ലേ, എറിത്രോപോയിസസ് RBCയുടെ ഉൽപ്പാദനം, അതിന് സഹായിക്കുന്ന ഹോർമോൺ എറിത്രോപോയിറ്റീൻ. അതുണ്ടാക്കുന്ന ഓർഗൻ കിഡ്നി. ഇപ്പോൾ കിഡ്നിമാരാണ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. കിഡ്നി പ്രൊഡ്യൂസസ് the JGA in the kidney produces erythropoietin. ഇനി നമ്മുടെ സ്റ്റൊമക്ക് ഒരു ഹോർമോൺ ഉണ്ടാക്കും. സ്റ്റൊമക്ക് ഉണ്ടാക്കുന്ന അവിടുന്ന് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവും. അതിനകത്തുള്ള എൻസൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ എൻസൈം, പെപ്സിൻ, റെനിൻ, അതൊക്കെ എൻസൈമാണ്. ഈ സ്റ്റൊമക്കിൻ്റെ ഭിത്തിയിൽ നിന്ന് സ്റ്റൊമക്ക് സെൽസ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയും. ഇപ്പോൾ ഗ്യാസ്ട്രിനും തൈറോക്സിനും ഒക്കെ എന്താണ്, ഒരേ ഗ്രൂപ്പ് ഹോർമോൺസാണ്. ദ സ്റ്റൊമക്ക് പ്രൊഡ്യൂസസ് എ ഹോർമോൺ കോൾഡ് ഗ്യാസ്ട്രിൻ. ഫുഡ് സ്റ്റൊമക്കിനകത്ത് വരുമ്പം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കണം. ആ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ആര് പറയണം, ഗ്യാസ്ട്രിൻ പറയണം. അപ്പോൾ ഗ്യാസ്ട്രിൻ പണി സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്.
അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്ന സ്റ്റൊമക്ക് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. ഓരോ ഭാഗവും അതിൻ്റെ ഹോർമോണും അതിൻ്റെ ഫംഗ്ഷനും. ഇനി ബാക്കിയുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്. കറക്റ്റ് പറഞ്ഞാൽ ഡിയോഡിനം എന്നുള്ള ഭാഗം. നിങ്ങൾ ബുക്കിനകത്ത് ഈ രണ്ടാളെയും കൂട്ടി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുന്നത്. സ്റ്റൊമക്ക്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ എല്ലാ ഹോർമോൺസ് വരും. അതിൽ സ്റ്റൊമക്ക് ഉണ്ടാക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ. ഈ ഇൻറ്റസ്റ്റൈൻ ഉണ്ടാക്കുന്നത്, അതായത് ഡിയോഡിനം, ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമാണ് ഡിയോഡിനം, ജജനം, ഇലിയം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിൽ ഡിയോഡിനം എന്നുള്ള ഭാഗം അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ ഒന്ന് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഈ ഹോർമോണിൻ്റെ പണി സ്റ്റൊമക്കിൽ നിന്ന് ആ ഫുഡിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരുമ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ആ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്നതാണ് ഗ്യാസ്ട്രിൻ. അതിന് ഫങ്ഷൻ കഴിഞ്ഞാൽ ആ ഗ്ലാൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന ആളായിരുന്നു ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇയാൾ ഡ്യൂട്ടി ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിനെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾ ഗ്യാസ്ട്രിൻ ഇൻ ദ സ്റ്റൊമക്ക്. ഇനി ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, ഇപ്പോൾ ഇത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. നമ്മൾ നേരത്തെ ഒരു ഇൻഹിബിറ്ററി ഹോർമോൺ പഠിച്ചിരുന്നു, സൊമാറ്റോസ്റ്റാറ്റിൻ, ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അതേപോലെ ബാക്കി എല്ലാ ഹോർമോൺസും പ്രേരിപ്പിക്കുന്ന ആളാണ്, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. എന്താ ഫംഗ്ഷൻ? ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് വന്നു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ നിന്നും അതിൻ്റെ സെക്രീഷൻ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ സ്റ്റൊമക്കിൽ നിന്ന് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കുന്നത് നിർത്തുന്ന ആളാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇനി ആരാ വേണ്ടത്? പാങ്ക്രിയാറ്റിക് ജ്യൂസ് വേണം. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആൾ സെക്രറ്റിൻ. സെക്രറ്റിൻ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ഇൻ ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ്. പാങ്ക്രിയാറ്റിക് ജ്യൂസിനകത്ത് ആരൊക്കെ ഉണ്ടാവും? വാട്ടർ ഉണ്ടാവും, എൻസൈംസ് ഉണ്ടാവും, അതുപോലെ ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ടാവും. ആ വാട്ടറിൻ്റെയും ബൈകാർബണേറ്റ് അയോൺസും പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആൾ സെക്രറ്റിൻ. പാങ്ക്രിയാറ്റിക് എൻസൈംസ് ഉണ്ടാക്കുന്ന ആളല്ലേ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അതുണ്ടാക്കുന്ന ആൾ ഇയാളാണ്. അപ്പോൾ പാങ്ക്രിയാറ്റിക് ജ്യൂസിനകത്ത് വാട്ടറിൻ്റെയും ബൈകാർബണേറ്റ് HCO3- ബൈകാർബണേറ്റ് അയോണിൻ്റെയും ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ആൾ സെക്രറ്റിൻ. ദ എൻസൈംസ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോളിസിസ്റ്റോക്കിനിൻ എന്ന് പറയും. അതിന് ഫുൾ ഫോം ടെക്സ്റ്റിനകത്തുണ്ട്, കോളിസിസ്റ്റോക്കിനിൻ, ഷോർട്ട് CCK. The gastric inhibitory peptide, the atrial natriuretic factor, the cholecystokinin. Cholecystokinin. It stimulates the production of enzymes in pancreatic juice. It stimulates the production of bile from liver. Liver നിന്ന് bile ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ് CCK എന്ന്. മറ്റൊന്ന്, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ ടു റിലീസ് ബൈൽ. വേണ്ട സമയത്ത് ഗോൾ ബ്ലാഡർ ഒന്ന് കൺട്രാക്ട് ചെയ്താണ് ബൈൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരേണ്ടത്. അങ്ങനെ കൺട്രാക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ, പ്രൊഡക്ഷൻ ഓഫ് ബൈൽ ഇൻ ലിവർ, മറ്റൊന്ന് പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ്. അങ്ങനെ 3 ഫംഗ്ഷൻ ചെയ്യാക്കുന്നുണ്ട്. അപ്പോൾ മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പറയുമ്പോൾ ഹാർട്ട്, ഹോർമോൺ ANF, കൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽ, കിഡ്നി, എറിത്രോപോയിറ്റിൻ, സിന്തസിസ് ഓഫ് RBC അല്ലെങ്കിൽ എറിത്രോപോയിസസ്, സ്റ്റൊമക്, ഗ്യാസ്ട്രിൻ, സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഡിയോഡിനം. ഇയാളാണെങ്കിൽ ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇയാളാണെങ്കിൽ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് ഇൻ ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഇയാളാണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ഇൻ പാങ്ക്രിയാറ്റിക് ജ്യൂസ്, പ്രൊഡക്ഷൻ ഓഫ് ബൈൽ ഫ്രം ലിവർ, കൺട്രാക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മേജർ ഗ്ലാൻഡ്സും അതിൻ്റെ കൂടെ ആരെയും കൂടി കൂട്ടണം, മൈനർ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇനി മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ എന്നുള്ള ഒരു ചെറിയ ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത് വേറെ തന്നെ നിങ്ങൾ മൈനർ ഗ്ലാൻഡ്സ് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ 10th കേൾക്കാത്ത ഹോർമോൺസ് ആണ് ANF, എറിത്രോപോയിറ്റിൻ, ഗ്യാസ്ട്രിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, സെക്രീറ്റിൻ, CCK. ഇതൊക്കെ ഹോർമോൺസിൻ്റെ ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാർ. അടുത്ത ഭാഗങ്ങൾക്ക് ഓർത്ത് നോക്കുക.
യെസ്, ഒരു ചെറിയ ഭാഗം മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. നമ്മുടെ ബോഡിക്കകത്ത് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഹോർമോൺസ് പല ടൈപ്പ് ഉണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് പ്രോട്ടീൻ ഹോർമോൺസ്, അതുപോലെ പെപ്റ്റൈഡ് ഹോർമോൺസ് പറയും. പ്രോട്ടീൻ ആൻഡ് പെപ്റ്റൈഡ് ഹോർമോൺസ്. അത്ര ഹോർമോൺസ് ആണ് ഇൻസുലിൻ, ഗ്ലൂക്കോൺ, FSH, LH, ഇവരൊക്കെ അറിയുന്നത് പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഓക്കെ, ആ പ്രോട്ടീൻ ഹോർമോൺസ് നമ്മുടെ ബോഡിക്കകത്ത് വർക്ക് ചെയ്യുന്ന രീതിയും സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, ലിപ്പിഡ് അടങ്ങിയ ഹോർമോൺസ്. അത്ര ഹോർമോൺസ് ആണ് നമ്മൾ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിക്കോയിഡ്സിലെ അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ഹോർമോൺസ്, ഇവരൊക്കെ അറിയുന്നത് സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഇപ്പം രണ്ടുതരം ഹോർമോൺസ് ഉണ്ട്, പ്രോട്ടീൻ ഹോർമോൺസ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. പ്രോട്ടീൻ ഹോർമോൺസിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ്. ഒരു പ്രോട്ടീൻ ഹോർമോൺ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ FSH എടുക്കാം. പ്രോട്ടീൻ ഹോർമോൺസിൻ്റെ പ്രത്യേകത, ഈ ഹോർമോൺ ഒരിക്കലും സെല്ല് കടന്ന് അകത്തേക്ക് പോവുകയില്ല. സെൽസിനകത്താണ് മാറ്റം ഉണ്ടാകുന്നത്. ബട്ട് ദേ കനോട്ട് എൻ്റർ ഇൻ ടു ദ സെൽ. കാരണം ഇത് പ്രോട്ടീൻ ആണ്. സെൽസിൻ്റെ മെമ്പറിൻ ഉണ്ടാക്കിയത് ലിപ്പിഡ് ലെയർ ആയിരിക്കും. നമ്മൾ ബോട്ടണിക്കകത്ത് പഠിക്കും, ഫോസ്ഫോ ലിപ്പിഡ് ലെയറാണ് സെൽ മെമ്പറൈൻ. അപ്പോൾ ഒരു ലിപ്പിഡ് ലെയർ ഒരിക്കലും പ്രോട്ടീൻ അകത്തേക്ക് കടത്തിവിടാൻ സമ്മതിക്കില്ല. അപ്പോൾ പ്രോട്ടീൻ ഹോർമോൺസ് നെവർ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ സെൽ. ഈ ഹോർമോൺസ് ആണ് മെസ്സഞ്ചേഴ്സ് ആയിരിക്കും. ആ മെസ്സഞ്ചേഴ്സ് എന്ത് ചെയ്യും, അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ സെൽ മെംബ്രെയിൻ്റെ മുകളിൽ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ പ്രോട്ടീൻ ഹോർമോൺസിൻ്റെ കേസിലാണെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റേഴ്സ് വർക്ക് ചെയ്യുക. ഈ ഹോർമോൺ വന്ന് അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യും, മെംബ്രെയിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്യും, നെവർ എൻ്റർ ഇൻ ടു ദ സെൽ. അപ്പോൾ പ്രോട്ടീൻ ഹോർമോൺസ് ബൈൻഡ് ടു ദ മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ ആൻഡ് ഫോം റിസെപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടാവും. നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പോലെ റിസെപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ്. അങ്ങനെ ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഈ സെൽസിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് റിലീസ് ചെയ്യും. സെൽ മെംബ്രെയിനിൽ നിന്ന് ഈ മെസ്സേജ് വാങ്ങിയിട്ട് ചില മോളിക്യൂൾസ് എന്ത് ചെയ്യും, അകത്തേക്ക് പോകും. ഇത് പ്രൈമറി മെസ്സഞ്ചറാണ്. ഇയാളുടെ എന്ത് ചെയ്യും, മെസ്സേജ് അടുത്ത ആൾ വാങ്ങും. ഈ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന് ആവശ്യം വന്നത് ഈ ഹോർമോൺ അകത്തേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ ലിപ്പിഡ് ഹോർമോൺ ആണെങ്കിൽ ഡയറക്റ്റ്ലി അത് ന്യൂക്ലിയസിനകത്ത് കടക്കും. അപ്പോൾ ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ സെൽ ബിക്കോസ് ദ സെൽ മെംബ്രെയിൻ ഈസ് ലിപ്പിഡ് ലെയർ. ഇപ്പോൾ ലിപ്പിഡ് ഒരിക്കലും പ്രോട്ടീനെ കടത്തി വിടില്ല. അപ്പം ദ ഹോർമോൺ ബൈൻഡ്സ് ദ മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ, ദെൻ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ റിലീസ്ഡ്. അത്തരം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് സൈക്ലിക് AMP എന്ന് പറയും. സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. അതുപോലെ കാൽസ്യം സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പേര് ചോദിക്കും, ഇൻഡോൾ 3-ഫോസ്ഫേറ്റ് എന്ന് പറയും. ഇൻഡോൾ 3-ഫോസ്ഫേറ്റ് ഇവരൊക്കെ അറിയുന്ന സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഇത്തരം സെക്കൻഡ് മെസ്സഞ്ചേഴ്സിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യും, ഈ മെസ്സേജ് അകത്തേക്ക് പോകും. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ റിലീസ്ഡ്. അത് ഒരു കൂട്ടം കെമിക്കൽ റിയാക്ഷന് കാരണമാകും. അതിന് ഭാഗമായിട്ടൊരു ഫിസിയോളജിക്കൽ റെസ്പോൺസിന് ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പം FSH ആണെങ്കിൽ ഓവറിയുടെ ഭിത്തിയിലെ വർക്ക് ചെയ്യുക. അതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഓവറിയൻ ഗ്രോത്ത് ഉണ്ടാവും, ഓവറിക്ക് വളർച്ചയുണ്ടാവും. ഓക്കെ, ഇപ്പോൾ FSH പോലെയുള്ള പ്രോട്ടീൻ ഹോർമോൺസ് ആണെങ്കിൽ ദേ ബൈൻഡ് ടു ദ മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ. മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്ററും സെക്കൻഡ് മെസ്സഞ്ചേഴ്സും ആർക്കാൻ വേണ്ടത് പ്രോട്ടീൻ ഹോർമോൺ. ഇപ്പോൾ മെക്കാനിസം ഓഫ് പ്രോട്ടീൻ ഹോർമോൺ, ദ പ്രോട്ടീൻ ഹോർമോൺ ബൈൻഡ് ടു ദ മെംബ്രെയിൻ ബൗണ്ട്, ദ സെൽ മെംബ്രെയിനാണ് കാണിച്ചിരിക്കുന്നത്. മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ലൈക്ക് അതിന് എക്സാമ്പിൾ ആണ് സൈക്ലിക് AMP, കാൽസ്യം, ഇൻഡോൾ 3-ഫോസ്ഫേറ്റ്. ദീസ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ റിലീസ്ഡ്. എ സീരീസ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ റിസൾട്ട്സ് ഇൻ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. ഇനി ലിപ്പിഡ് ഹോർമോൺസ് ആണെങ്കിൽ, സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണെങ്കിൽ, ഇത് സ്റ്റിറോയിഡ് ഹോർമോണാണ്. ഈസ്ട്രോജൻ പോലെയുള്ള സ്റ്റിറോയിഡ് ഹോർമോൺ. ദ സ്റ്റിറോയിഡ് ഹോർമോൺ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ സെൽ, ദ സെൽ മെംബ്രെയിൻ, ദ ന്യൂക്ലിയർ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ. കാരണം ഇത് ലിപ്പിഡ് ഹോർമോൺ സെൽ മെംബ്രെയിനും എല്ലാ ബയോളജിക്കൽ മെംബ്രെയിൻസ് വരാന്ന് ലിപ്പിഡ് ലെയറാണ്. അപ്പോൾ ലിപ്പിഡിനെ കടത്തിവിടും. ദ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ ന്യൂക്ലിയസ്, ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിനകത്ത് കടന്നിട്ട് അതിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഇൻട്രാ സെല്ലുലാർ റിസെപ്റ്റർ ഉണ്ടാവും. സെല്ലിനകത്തായിരിക്കും റിസെപ്റ്റർ ഉണ്ടാവുക. എപ്പോഴും എന്ത് ചെയ്യണം, ഹോർമോൺ റിസെപ്റ്റർ മുകളിൽ ബൈൻഡ് ചെയ്യണം. ഇവിടെ മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ, ഇവിടെ ആണെങ്കിൽ ദ സ്റ്റിറോയിഡ് ഹോർമോൺ enter into the nucleus, it binds with the intracellular receptor and directly act on the DNA. അത് DNA മുകളിൽ ഡയറക്റ്റ് ആക്ട് ചെയ്യും. ഈ ഇൻട്രാസെല്ലുലാർ റെസെപ്റ്റേഴ്സ് വാങ്ങിയിട്ട് ഈ ഹോർമോൺ DNA മുകളിൽ റിയാക്ട് ചെയ്യും. ഇറ്റ് ആക്ട്സ് ഓൺ ദ ജീൻ്റെ മുകളിൽ വർക്ക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വഴി എന്ത് ചെയ്യും, ഈ ഹോർമോൺ ഇൻഫ്ലുവൻസ് വഴി DNA ആരുണ്ടാക്കും, mRNA ഉണ്ടാക്കും. mRNA പ്രോട്ടീൻ ഉണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് നമുക്കൊരു ഭാഗത്ത് പഠിക്കണം. എപ്പോഴും തന്നു DNA ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് mRNAയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ DNA നിന്നും mRNA മെസ്സഞ്ചർ RNA ഉണ്ടാവും. ആ മെസ്സഞ്ചർ RNA പ്രോട്ടീൻ ഉണ്ടാവും. അത് അതിന് കാരണമാവും ഫിസിയോളജിക്കൽ റെസ്പോൺസ്.
ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് മെസ്സഞ്ചേഴ്സിൻ്റെ ആവശ്യമില്ല. ദ ലിപ്പിഡ് ഹോർമോൺ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു ദ ന്യൂക്ലിയസ്. ഇറ്റ് ബൈൻഡ്സ് വിത്ത് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ. ഇറ്റ് ആക്ട്സ് ഓൺ ദ ജീൻ. ആസ് എ റിസൾട്ട് എ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഒബ്റ്റെയിൻഡ്. ഇപ്പോൾ രണ്ട് നമ്മൾ വ്യത്യാസം, ഒന്ന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ പ്രസൻറ്റ്, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ പ്രസൻറ്റ്. The hormone cannot enter into the cell, hormone directly enter into the cell. Okay, second messengers involved, second messengers are not involved. ഇപ്പോൾ ഒരു ലിപ്പിഡ് ഹോർമോൺ ബോഡിക്കകത്ത് വർക്ക് ചെയ്യുക, സെല്ലിനകത്ത് നേരെ കടന്ന് ന്യൂക്ലിയസിനകത്ത് കടന്ന് അത് DNA മുകളിൽ ആക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? അതൊരു ഫിസിയോളജിക്കൽ റെസ്പോൺസിന് കാരണമാകും, ഒരു മാറ്റത്തിന് കാരണമാകും, ഒരു മാറ്റം ഉണ്ടാക്കും. എന്നാൽ പ്രോട്ടീൻ ഹോർമോൺസ് ആണെങ്കിൽ ഇത് ബൈൻഡ്സ് ടു ദ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. അതിന് ഭാഗമായിട്ട് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് റിലീസ് ചെയ്യും. ആൾക്ക് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ മെംബ്രെയിന് മുകളിൽ നിന്നിട്ട് ആ മെസ്സേജ് അടുത്താൾക്ക് പാസ് ചെയ്യും. അവരാണ് സെക്കൻഡ് മെസ്സഞ്ചർ. Primary messenger is hormone. The second messengers are cyclic AMP, കാൽസ്യം, ഇൻഡോൾ 3-phosphate പോലെയുള്ള ആൾക്കാരായിരിക്കും. അതിന് ഭാഗമായിട്ട് എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ റിസൾട്ട്സ് ഇൻ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്ത്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്നത്. കുറേ ഭാഗം നിങ്ങൾ 10th പഠിച്ചതായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വന്നത് കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം മേജർ ഗ്ലാൻസ് അത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി നിങ്ങൾ ആ പറഞ്ഞ നോട്ടൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. അതിനും കൂടെ നമുക്ക് മനസ്സിലാക്കി എളുപ്പത്തിൽ കൊണ്ടുവരുന്ന വഴി ഈ ഗ്ലാൻഡ് ഹോർമോൺ ഫങ്ഷൻ എന്ന രീതിയിൽ ഒരൊറ്റ സിംഗിൾ ഷീറ്റിനകത്ത് നിങ്ങൾക്ക് കള്ളി വരച്ചിട്ട് കൊണ്ടുവരാൻ പറ്റണം. മൈനർ ഗ്ലാൻസിന് അതുപോലെ തന്നെ ഒരു ടേബിളിനകത്ത് കൊണ്ടുവരാം. ഗ്ലാൻഡ് ഹോർമോൺ ഫങ്ഷൻ. ഓക്കെ, അത്രയും ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് തയ്യാറാക്കി പഠിക്കുക. ക്ലാസ്സിൽ എല്ലാവർക്കും നന്ദി.